നമസ്കാരം. ഞാനുണ്ടിവിടെ ചോദിക്കാൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള കൂനം ആമ്പോളം പാറയിലാണ്. ചെങ്കൽ കോറകൾ കൊണ്ട് ജനജീവിതം തന്നെ ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ പ്രശ്നങ്ങളാണ് ഇന്ന് ഞാനുണ്ടിവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുന്നു. എന്തായാലും അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് നിലവിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി? ഈ പ്രദേശത്തിൻ്റെ കൃത്യമായ പേരെന്താണ്? കൂനം ആമ്പോളം പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേരുള്ളത്. നമ്മൾ 2019 എന്നിട്ട് താമസം തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്തൊന്നും ഇവിടെ പണിയോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞ ശേഷം പല രീതിയിലുള്ള പണിയും നമ്മൾ സ്ഥലത്തേക്ക് കയറി വരാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് പല പൊടിയും ശബ്ദങ്ങളും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വരാൻ തുടങ്ങി. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരുപാട് കുട്ടികളും ചെറിയ കുട്ടികളായിട്ടുള്ള ആൾക്കാരുണ്ട്, വയസ്സുള്ളവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം നല്ല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അസുഖങ്ങൾ വരാൻ, പിന്നെ അത് കണക്ക് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് നമുക്ക് പല ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ അധികാരികൾ എടുക്കുക, അതായത് വില്ലേജ് ഓഫീസ് മുതൽ 2021 നമ്മൾ പരാതി പോകുന്നുണ്ട്. വില്ലേജ് ഓഫീസിൽ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി, പഞ്ചായത്ത് ഓഫീസിൽ പോയി, ആർഡിഒക്ക് എല്ലാം അങ്ങനെ ഒരുപാട് അധികാരികൾക്ക് പോയി. ഇവർക്കൊന്നും നല്ല നിലപാട് നമുക്ക് ഇതുവരെ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇങ്ങനെ നോക്കാമെന്ന് പറയുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈസൻസോടുകൂടി ഒരു പണം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പൊടിയും ബഹളമായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്നില്ല. എത്ര ചെങ്കൽ കോറികളാണ് ഈ പ്രദേശം? ഏകദേശം ഒരു 15ഓളം ചെങ്കൽ കോറികൾ ഇപ്പം നിലവിലുണ്ട്. അതിൽ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പം വിരവാവശ്യരെ എടുത്തിട്ടുണ്ട്. ഈ ഒന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ അനധികൃതമായിട്ട് ഖനനം നടത്തുന്നവരാണ്. നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുടിവെള്ളം ഇവിടെ നിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ചളിയും വെള്ളം ഓരോ കിണറിനും വരുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള സ്ഥലത്ത് പോയിട്ടൊന്ന് വെള്ളം ശേഖരിക്കാൻ തന്നെ പോകുന്നത്. പഞ്ചായത്ത് അതുപോലത്തെ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടല്ലോ. എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടോ? അല്ല, അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഓഫീസിലേക്ക് കൂടുന്നു പറയും. അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത ഓഫീസിലേക്ക് എന്ന് പറയും. അതായത് നമ്മുടെ വില്ലേജ് ഓഫീസ് മുതൽ തിരുവനന്തപുരം പൊല്യൂഷൻ കൺട്രോൾ ഓഫീസ് വരെ നമ്മുടെ എല്ലാ പിന്നെ പരാതികളും പോയിട്ടുണ്ട്. അവിടെ നിന്നൊന്നും നമുക്കിങ്ങനെ അതിൻ്റെ റെസീറ്റ് കിട്ടുന്നില്ലാണ്ട് ഒരു നിലപാടുണ്ടായിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് നമുക്കിവിടെ ഇതിന് മുന്നേ ഉണ്ടായൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലോട്ട് കുറച്ച് പണം വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തളിപ്പറമ്പ് ആർഡിഒ മേഡത്തിനോട് സമീപിച്ചിട്ട് ആർഡിഒ മേഡം തന്നെ സഡൻലി തന്നെ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ മരിച്ചുപോയ നവീൻ ബാബു സാറില്ലേ, ആ പുള്ളിയെ നമ്മൾ കാണാൻ വരുന്നതും പുള്ളി അന്നേരം ഇത് തന്നെ സഡൻലി നമ്മൾ വില്ലേജ് ഓഫീസ് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് നിലപാടെടുക്കണം, ഇല്ലെങ്കിൽ വിജിലൻസ് പ്രശ്നങ്ങളെല്ലാം വരും. ഒരുപാട് ജനങ്ങളുടെ വന്നിട്ടുണ്ട്, കുട്ടികളും ചെറിയ കുട്ടികളായിട്ട് വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങൾ കാണണം, നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വില്ലേജ് ഓഫീസർ ഇതുവരെ വന്നിട്ട് പോലുമില്ല. ഈ വില്ലേജ് ഓഫീസറല്ല, നമ്മൾ ഏത് ഓഫീസിന് പരാതി കൊടുത്തു കഴിഞ്ഞാലും പരാതിക്കാരൻ ഇതുവരെ വിളിക്കുകയോ സംസാരിക്കുകയോ ഇതുവരെ ഒരു ഓഫീസൊന്നും ചെയ്തിട്ടില്ല. അതായത് ഈ പണമാഫിയക്ക് എതിരാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഈ പണമാഫിയനെ കാണാനാണ് ഇവരെല്ലാം പോയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഈ ഒരു മാസം മുന്നേ ഈ ജിയോളജിയിൽ പരാതി കൊടുക്കാൻ പോയി. അന്നേരം അവിടെ നിന്ന് നമ്മൾ കുറച്ച് ബഹളമായിട്ട് പറഞ്ഞു, അതായത് കാര്യങ്ങൾ മാത്രം, കണ്ടന്റ് മാത്രം പറഞ്ഞു. അതുവരെ നമ്മളിങ്ങനെ പരാതി കൊടുത്തിട്ട് പോകും, അവർ റെസീറ്റിംഗ് തരും, മേടിച്ചിട്ടിങ് തരുവാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ജിയോളജിസ്റ്റ് അവിടെ ഉണ്ടായിട്ട് ആലക്കോട മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ വരും. ഞാൻ പറഞ്ഞു, രാവിലെ വരുന്നുണ്ടെങ്കിൽ സാറ് കണ്ണൂരിൽ നിന്ന് വിടുമ്പോൾ എന്നെ വിളിക്കണം, നമ്മളിൽ പല വഴിക്കും അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്, അപ്പോൾ നിങ്ങൾ ഇവിടത്തേക്ക് വരുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ചില്ല. അപ്പോൾ വൈകുന്നേരം ഏതൊരു വണ്ടി ഇങ്ങനെ വരുന്ന കണ്ടു. എന്നിട്ട് അവരെ ഈ സ്ഥലത്തെല്ലാം ഇങ്ങനെ പരിശോധന നടത്തിയിട്ട് പോകുന്ന സമയത്ത് ജിയോളജിൻ്റെ വണ്ടിയാണ് എടുത്ത പെണ്ണുങ്ങൾ മനസ്സിലാക്കി. അത് തടഞ്ഞു നിർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോലീസിനെ വിളിച്ച് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കുറച്ച് ദിവസത്തേക്ക് പണം നിർത്തിച്ചു. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാര ജനങ്ങളാണ്. നമ്മൾ ആരോടോ പരാതി പറയുന്നുണ്ട്. നമ്മൾ ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ ബുദ്ധിമുട്ടും വിഷമവും നമ്മൾ പറയേണ്ടത്. നമ്മൾ ഒരുപാട് അത്രമാത്രം, അതായത് ഒരു വ്യക്തി മാത്രമല്ല, ഒരുപാട് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. നമുക്കിവിടെ നിലയും വിലയില്ല. എത്ര കുടുംബങ്ങൾ ഈ ഭാഗത്ത്? ഏകദേശം 10-18ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ നേരിട്ട് നിങ്ങൾ കാണുന്നത്. പല ആൾക്കാരുണ്ട്, ചില ആൾ ഈ നാട്ടും പുറത്ത് ഈ നാട്ടിലെ ആൾക്കാർ അവരെ അഭിമുഖീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് വരാത്തവരുണ്ട്. നമ്മൾ നാട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ചെങ്കൽ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടാവുന്നു. നമുക്ക് ഭീഷണി മാത്രമല്ല, അതായത് പല ഓഫറുകളാണ് നമുക്ക് തരുന്നത്. ഇപ്പം ഇവിടെ ഉണ്ട്, ഒരു വീടുണ്ട്, ആ വീടിനെന്ന് വെച്ചാൽ എല്ലാ പണിയും നിങ്ങൾക്ക് എടുത്തു തരാം. നിങ്ങൾ എന്നോട് വേറൊരു ആളോട് പറഞ്ഞ് നിങ്ങൾ വാടകയ്ക്ക് പോയിക്കോ, അതിൻ്റെ സംവിധാനം നമ്മൾ ചെയ്തു തരാം. അങ്ങനെ നേരാമാർഗം സ്വീകരിക്കുന്നൊരു സംവിധാനമാണെങ്കിൽ ഇതിൻ്റെ ഓഫറിൻ്റെ ഇവർക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. ഉദ്യോഗസ്ഥന്മാരും ചെങ്കൽ മാഫിയും തമ്മിൽ ഇതിൽ വലിയൊരു ഒത്തുകളിയുണ്ട്. അതാണ് നമുക്ക് അറിയാത്തൊരു കാര്യം. അതിന് ഏതറ്റം വരെ നമ്മൾ വേണ്ടിക്കലും തയ്യാറാണ്.
ഏതായാലും വീട്ടമ്മമാരെയാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഏതായാലും കൂടുതൽ വീട്ടമ്മമാരും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഈ വീട്ടമ്മമാർ നിങ്ങൾ കൂടുതൽ സമയം വീടുകളിൽ ഉണ്ടാവുന്നതാണ്, നിങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധി എന്താണ്? രാവിലെ ഒരു 7 മണി മുതൽ ഇവിടുന്ന് ചെങ്കൽപ്പണ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദം എന്ന് വെച്ചാൽ നമുക്ക് പൊടിയായിട്ട് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. എയർ ഹോൾ വരെ അടച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ താമസിക്കുന്നത്. ഒരു കുട്ടികളെ മുറ്റത്ത് ഇറക്കാൻ പറ്റില്ല നമുക്ക്. അത് ഇവിടുത്തെ ചൂടും ഈ ജനലും വാതിലും എല്ലാം അടച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. ഒരു ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക്. കുട്ടികളൊന്നും മുറ്റത്തിറക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ പൊടിയാണെങ്കിൽ പിന്നെ ഒരു 100 വണ്ടി കണക്കിന് ദിവസം ഇവിടുന്ന് കല്ലും കൊണ്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇവരിങ്ങനെ പോകുമ്പോൾ ഇവരെ വഴി പോകുന്ന പൊടി അത് വല്ലാണ്ട് വീട്ടിലേക്ക് അടിച്ച് വരുന്നുണ്ട്. വീടെല്ലാം മൊത്തം വിണ്ട് കീറുന്നു. പുറത്തൊരു തുണി ആറിയിടാൻ പറ്റുന്നില്ല. ഒന്നും നടക്കുന്നില്ല നമുക്ക് ഇടാം. കുട്ടികൾ, എൻ്റെ മോനിപ്പം LKG പഠിക്കുന്നു. ഒരു 6 മാസമായി സ്കൂൾ തുറന്നിട്ട് ഓൻ ഇതുവരെ ഒരു 30 അറ്റൻഡൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. എപ്പം സാധാരണ ആശുപത്രിയിൽ എപ്പോൾ അഡ്മിറ്റാണ്. ഡോക്ടർ പറയുന്നത് പൊടി അലർജിയാണ്, കുട്ടിക്ക് പൊടി അലർജിയാണ്. ഒരു 500-600 ഒരു കുട്ടിക്ക് ബ്ലഡിൽ ഈ പൊടീൻ്റെ കൗണ്ട്, അലർജീൻ്റെ കൗണ്ട് ഉണ്ട്. എൻ്റെ മോന് വരുന്നത് 2400. ഇങ്ങനെയല്ലാന്ന് വരുന്നവർ ഒരു ചുമ വന്നു പിന്നെ ഇത് നിൽക്കുന്നില്ല. ഒരു കുട്ടിയൊക്കെ ഒരു ഇംഗ്ലീഷ് മരുന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് ഒരു കണക്കില്ലേ? പോലീസ് ഇവിടെ വന്നിന് അന്വേഷിക്കാൻ. അപ്പോൾ നമ്മോട് പറയും, നമ്മളിത് പറഞ്ഞ് ഇങ്ങനെ കുട്ടിക്കൊന്നും ഇങ്ങനെ നമുക്ക് താമസിക്കാൻ പറ്റുന്നില്ല ഇവിടെ. അന്നേരം പറയുന്നത് ഒച്ചയുണ്ട്, നമുക്ക് ഭയങ്കര സൗണ്ട് ഉണ്ട് എന്ന് പറയും. അന്നേരം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തലവേദന, ഛർദി, ഇതെല്ലാം നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് രാവിലെ മുതൽ കേൾക്കുന്നത്. അന്നേരം പോലീസ് പറയുന്നത് നമ്മളോട്, നിങ്ങൾക്ക് ഒച്ച കേട്ടോണ്ടാണോ നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതെന്നാണ് നമ്മോട് ചോദിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ഇൻസൾട്ട് ചെയ്യുന്നതാണത്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നതായിരിക്കും ഉദ്യോഗസ്ഥർ, അതുകൊണ്ടായിരിക്കും ഇവരെ തടയാൻ. അതുകൊണ്ടല്ലേ വീട് നമ്മൾ കൊടുക്കാത്ത പരാതിയില്ല. പക്ഷെ ഒരാളിനെ പറ്റി ഒരു അന്വേഷണത്തിന് വരുന്നുമില്ല ഇങ്ങോട്ട്. നമുക്ക് അനുകൂലമായിട്ട് ഇതുവരെ ഇടുന്നൊന്നും കിട്ടിയിട്ടുമില്ല. കഴിഞ്ഞ ആഴ്ച RDOനെ കാണാൻ പോയി. അന്നേരം പറയുന്നത് ഇത് നമ്മളെ കയ്യിൽ നിൽക്കുന്നതല്ല. പിന്നെ ആരാ ഇത്? പോലീസുകാർ വന്നിട്ടും പറയും നമുക്ക് ക്രമസമാധാന പ്രശ്നം, അതിനാണ് നമുക്ക് ഇടപെടാൻ. ഇതെല്ലാം റവന്യൂ വിഭാഗമാണ്. പക്ഷെ റവന്യൂ ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഏതായാലും നിസ്സഹായരായ ഒരുപാട് ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ പേർ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം? ഇപ്പോൾ ഇത് 2 ദിവസം മുൻപാണെങ്കിൽ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് JCBൻ്റെ ഒച്ച തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഈ മെഷീൻ വെക്കുന്നത്. ഈ 2 ശബ്ദം നമുക്ക് എൻ്റെ വീട് കുറച്ച് അങ്ങോട്ടേക്കാണ് വരുന്നത്. ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ശരീരം മുഴുവൻ ഒരു വിറ പോലെ, ഛർദ്ദിക്കാൻ വരിക. ഞാൻ എന്നിട്ട് അടുത്ത വീട്ടിലവരെ വിളിക്കുമ്പോൾ അവരും പറയുന്നത് ഇതേ അവസ്ഥ. അവർ പറഞ്ഞിട്ട് മോൻ്റെ ഒരു ഛർദിയുടെ ഗുളിക ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യാനാണ്? പിന്നെ ഇന്നലെ ഞാൻ RDO അവരെ വിളിച്ചു, തളിപ്പറമ്പ്. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവരും തഹസിൽദാർ പിന്നെ വില്ലേജ് ഓഫീസർ ഇവരെല്ലാം കൂടി ഒരു സ്ക്വാഡ് അതുപോലെ രൂപീകരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പരാതി ആയിട്ട് പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു സ്ക്വാഡ് പോലെ രൂപീകരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പരാതി അന്വേഷിക്കാമെന്ന് അവർ പറയുന്നത്. അവരന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ഇവർ ഇത് മുഴുവൻ അടിച്ചു തീർക്കും. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പെർമിഷൻ കൊടുത്തതിൻ്റെ ചോദിച്ചാലും പറഞ്ഞാൽ ജിയോളജിസ്റ്റാണ് ഇത് കൊടുക്കുന്നത്. ജിയോളജിസ്റ്റ് ഈ പെർമിറ്റ് കൊടുത്തവരുടെ ലിസ്റ്റ് അവർ അന്വേഷിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ആരോടെ ഇത് പറയേണ്ടത്? നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഒരു പ്രക്ഷോഭ പരിപാടികൾ ഇപ്പോൾ നടത്തി? ഇനി എന്താണ് നിങ്ങൾ അടുത്ത ഒരു ചുവട് എന്താണ്? നമ്മൾ ഇനി ഇത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരെ മുൻപിൽ പോയി എവിടെ ഇരിക്കേണ്ടത് വെച്ചാൽ അവിടെ ഇരിക്കലാണ്. അവർ പറയുന്നത് അവർക്ക് ഇതിൽ റോളില്ലാന്ന്. പോലീസിൻ്റെ റോളെന്ന് റവന്യൂ പോകുമ്പോൾ പറയുന്നത്, പോലീസ് പറയുന്നത് അവർക്ക് റോളില്ല റവന്യൂ എന്നാണ്. അപ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസർ കാണാൻ വേണ്ടി ഇവർ 2 ആണുങ്ങൾ പോയിട്ടുണ്ടായിന്. അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കണ്ടിട്ടില്ല. ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് തുടങ്ങുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നല്ലേ? അതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇവിടെ നിൽക്കാനേ പറ്റൂല. എന്താണ് നിങ്ങൾ ഈ പ്രദേശത്ത് നിൽക്കുന്നവരാണോ താമസിക്കുന്നവരാണോ? നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഇതന്നെ പൊടിയും ശബ്ദം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ കുഞ്ഞിക്ക് സ്കൂളില്ലാത്ത ദിവസമെല്ലാം കുഞ്ഞ് അടക്കം പറയുന്നുണ്ട്, അമ്മയെ തലവേദന എടുക്കുന്നു, എന്തെല്ലോ ആവുന്നു, ഇങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് അന്ന് വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞിക്ക് ഛർദിയാന്ന്. എങ്ങനെ ആയാലും നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇതന്നെ എടുത്ത അവസ്ഥ. ഇതെങ്ങനെയെങ്കിലും നിർത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതേ ഇല്ലൂ നമുക്കിപ്പം. അത്രയും മടുത്ത് നമുക്ക് പറ്റുന്നില്ല. എങ്ങനെയായാലും നമ്മൾ പറയാൻ പോകുമ്പോൾ എല്ലാം ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് അവരെല്ലാം നമ്മളോട് ഇങ്ങനെ പ്രതികരണം ഉണ്ടാകുന്നത്. എങ്ങനെയായാലും നമുക്ക് പറ്റുന്നില്ല. ഞാൻ ഒരു ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇവിടുന്ന് ഒരു 8:30 പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ വരും. പക്ഷെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ വീട് വൃത്തിയാക്കാനേ സമയമില്ല. അങ്ങനെ പൊടി ഇതാവും. എനിക്കൊരു മോളുണ്ട്, ആ മോള് പോലും പല പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരാൻ മടിക്കുന്നുണ്ട്. കാരണം ഈ പൊടി വന്നിട്ട് അവൾക്ക് ജലദോഷം, തൊമ്പൽ, ചുമ ഇതെല്ലാം വരുന്നതുകൊണ്ട് അവളും ഇങ്ങോട്ട് വരാൻ മടിക്കുക. എന്നോട് പറഞ്ഞു എനിക്ക് അവിടെ വന്നിട്ട് പൊടി തിന്നാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പല പ്രാവശ്യം മോളെയും നമ്മൾ അകറ്റി നിർത്തേണ്ട അവസ്ഥയിലൊക്കെ ഇപ്പം പോകുന്നു. എന്നുവെച്ചാൽ ഈടെ നമ്മൾ ജോലി കഴിഞ്ഞ് ജോലിയിലും കുറേ പ്രശ്നങ്ങളുണ്ട്, അതും കഴിഞ്ഞ് ഈടെ എത്തുമ്പോൾ ഈടെയും സമാധാനമില്ല. ഇത്രയും പൊടി ഈ വീട് എന്നുവെച്ചാൽ രാവിലെ വിരിച്ച ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചിട്ട് വേണം രാവിലെ എല്ലാം ജനലും വാതിലും ബെഡും ഫാനും അടക്കം തുടച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ. അത്രയും പൊടി നമ്മൾ എത്ര ഉദ്യോഗസ്ഥന്മാരടക്കം പോയി എന്നിട്ട് ഒരാൾ പോലും കണ്ണു തുറക്കുന്നില്ല പറഞ്ഞാൽ ഭയങ്കരമാണ്. എന്നുവെച്ചാൽ
പൈസയും പണവും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കാം. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മുട്ടാത്ത വാതിലില്ല, ഏത് വാതിലും ഇനി മുട്ടണ്ടെന്ന് അറിയില്ല. ഇന്ന് ലാസ്റ്റ് നമ്മൾക്കിപ്പോൾ എന്ന് വെച്ചാൽ വീട് നമ്മൾ ലോൺ എടുത്തിട്ടാണ് വീട് എടുക്കുന്നത്. നമുക്കൊരു വാടക വീട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല. നമ്മൾ അന്നന്ന് പണിയെടുത്ത് ജീവിച്ച് ലോൺ അടക്കേണ്ട വരുമാനം മാത്രം നമ്മളെ ജീവിതത്തിലുള്ളത്. പിന്നെ നമ്മളെങ്ങനെ ഇനി വാടക വീട്ടിലേക്ക് കൊണ്ട് ചോദിക്കുമ്പോൾ ഇവരെല്ലാം പറഞ്ഞ് നിങ്ങൾ വാടകയ്ക്ക് പോയിക്കോ, പിന്നെ നിങ്ങൾക്ക് ഇന്നത് ചെയ്തു തരാം അന്ന് ചെയ്തു തരാം. നമ്മൾ ഒരു ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ വന്നത്. നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്നത്. ആ സമാധാനം ഇവിടെ വന്ന് കയറുമ്പോൾ ഇല്ല. പിന്നെ നമ്മളിനി ഏത് ഉദ്യോഗസ്ഥന്മാർ വന്നേരം ചോദിക്കുക, നമ്മളോട് ചോദിക്കുക നിങ്ങൾക്ക് കല്ല് വേണ്ടേ, നിങ്ങൾക്ക് വീടെടുക്കാൻ കല്ല് വേണമെന്ന് വെച്ചാൽ നമ്മൾ വീടിന്റെ മുറ്റത്ത് പണിയടിക്കാൻ വിടാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ എത്ര കോറകളാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്? ഞാൻ 2019 ഇവിടെ താമസിക്കാൻ വന്നതാണ്. അപ്പോൾ ആ താമസിക്കാൻ വരുമ്പോൾ ഇവിടെ ഒരു പണിയില്ല, അങ്ങ് ദൂരെ ഉണ്ടായി. അത് നമ്മളെ ബാധിക്കുന്നതല്ല. പിന്നെ അത് ഒരു 2 വർഷം കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് അടിച്ചടിച്ച് വന്നു. എന്നിട്ട് 1 വർഷത്തോളം നിർത്തി വെച്ചതാണ് തളിപ്പറമ്പിലെ RDO, മുമ്പത്തെ RDO, അതായത് മേഴ്സി മേഡം നിർത്തി വെച്ചതാണ്. നമ്മളെ പ്രശ്നങ്ങൾ കണ്ടിട്ട് അവർ നിർത്തിവെച്ച സംഭവമാണ്. പിന്നെയും വീണ്ടും ഇവർ കള്ളാസ് വല്ല ഉദ്യോഗസ്ഥന്മാരുടെ പോയി ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടിൽ ഏത് പൊല്യൂഷൻ ആയാലും വന്നാൽ അത് ആദ്യം ഇവിടെ അന്വേഷിക്കണ്ടേ. പരിസരവാസികൾക്ക് പ്രശ്നമുണ്ടോ, അത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥയാണോ എന്ന് അന്വേഷിക്കണ്ടേ. ഇവരാരും അന്വേഷിക്കാണ്ട് ഇവരെങ്ങനെ ഇവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത്? പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുത്ത്? വാട്ടർ അതോറിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുത്ത്? എല്ലാവർക്കും ഇവർക്ക് സർട്ടിഫിക്കറ്റ് ആക്കിയിട്ട് ഇവർ കാണിക്കുന്നത് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ലൈസൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ ഇവരാരും നമ്മുടെ അടുക്ക വന്ന് ചോദിച്ചിട്ടാണ് പിന്നെ എങ്ങനെ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയേ എന്ന് ചോദിക്കാൻ. അന്നേരം പോലീസുകാർ ഇന്നലെ വന്നിട്ട് ഞാൻ ഉണ്ടായിട്ടില്ല. പോലീസുകാർ ഇന്നലെ വന്നേരം ഇതുപോലെ തന്നെ പറഞ്ഞു ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതാ പറഞ്ഞു അവന് സർട്ടിഫിക്കറ്റ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ആരെടുക്ക പോയിട്ട് ചെയ്യാൻ? ഈ ഒരു 15 ചെങ്കൽ കോറകൾക്ക് ഒരേ പ്രദേശത്ത് ഇവർക്ക് അനുമതി കൊടുക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് അനുമതി കൊടുത്തിനോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. ഇവിടെ മാത്രം ഒരു ലൈസൻസ്, ഇവിടെ തൊട്ടടുത്ത് അടിക്കുക ലൈസൻസ്. ഇതൊന്നും അനുമതി ഇല്ലാണ്ട് അടിക്കുന്നതാണ്. വീടുകളിൽ വിള്ളൽ വരാൻ തുടങ്ങി. ഇത് പൊട്ടി വീണ് കഴിഞ്ഞാൽ ആരൊന്നുമില്ല, എല്ലാവരും കൈമലത്തും. ഇത് ഏകദേശം നമ്മൾ പേടിച്ചുകൊണ്ടാണ് ഈ വീട്ടിൽ രാത്രി കഴിയുന്നു. കാരണം എപ്പോൾ നമ്മൾ ഇടിഞ്ഞു പൊടിച്ച് നമ്മളെ വീട് താഴോട്ട് വീന്ന് പറയാൻ കഴിയില്ല. ആ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ കുടിവെള്ളത്തിന് ഒരു പ്രശ്നമില്ലാത്തൊരു പ്രദേശമായിരുന്നു. ഇപ്പോൾ എന്താണ് കുടിവെള്ളം എന്ന് വെച്ചാൽ ഇപ്പം എന്ന് വെച്ചാൽ താഴോട്ടില്ല അങ്ങോട്ടില്ല 2-3 വീടുകളിൽ മഴ പെയ്യുമ്പോൾ, നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ ചളിവെള്ളാന്ന് വരുന്നത്. പക്ഷെ നമുക്ക് ആദ്യം അത് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് വരുന്നത്. പിന്നെയാണ് നമുക്കത് മനസ്സിലായത്. ഈ ഇവരടിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ മൂടൂല, അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം താഴോട്ട് പോയിട്ടാണ് കുഴക്കിണറിലേക്ക് ബാധിച്ചിട്ടാണ് പിന്നെ വെള്ളത്തിന് മോശം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ കുട്ടികളൊക്കെ ഏത് രോഗമാണ് കൂടുതൽ കുട്ടികൾക്കുള്ളത്? ശ്വാസം മുട്ടലും പൊടിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നുവെച്ചാൽ മുതിർന്നവർക്കും വന്നു തുടങ്ങി. ഇന്നലെ രണ്ട് വ്യക്തികൾക്ക് തലവേദനയും ഛർദിയും ഇത് വന്നിട്ട് കഴിയുന്നില്ല എന്നുള്ള ക്ഷീണത്തിലാണ് പറയുന്നത്. ആശുപത്രി പോകണം എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ ഒരു കുട്ടി ഒരാഴ്ച മുമ്പ് അഡ്മിറ്റായി, ഒരു കുട്ടി 2-3 കുട്ടികൾ ആശുപത്രിയിൽ അഡ്മിറ്റായി. എന്നിട്ടും നമ്മൾ പരാതി ഇതിൻ്റെ ഇടയ്ക്ക് രാത്രി നമ്മൾ ഏതെല്ലാം തലത്തിൽ നിങ്ങൾ പരാതി ഇപ്പോൾ കൊടുത്തു? പഞ്ചായത്ത്, റവന്യൂ കൂടാതെ മന്ത്രിമാർക്കോ മറ്റോ അത്തരത്തിലുള്ള പരാതികൾ കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്? നമ്മൾ മന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, ഇപ്പം അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, ഇല്ല വന്നില്ല. മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട്. ഏകദേശം എത്ര കുടുംബങ്ങൾ ഈ പ്രദേശത്ത് ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്? ഇപ്പം അടുത്ത് ഈ പുതിയതായിട്ട് അടിക്കുന്ന പണയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു 8-9 വീടുകളിൽ പരിസരത്താണ് അടിക്കുന്നത്. അവിടെയുള്ള ഈ എല്ലാവരും പ്രശ്നം ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. ഈ കാണുന്ന എല്ലാവരും ആ വീട്ടിൽ താമസിക്കുന്നവരാണ്. അവർക്ക് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. പൊടിയായിട്ടും സൗണ്ടായിട്ടും നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കും. നമുക്ക് ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അടിയന്തരമായി സർക്കാരോട് ഇപ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ ആവശ്യം എന്താണ്? നമ്മൾ ആവശ്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ ചുറ്റുപാട് നമുക്ക് ദൂരില്ലെങ്കിൽ നമ്മൾ പരാതിപ്പെടുന്നില്ല. നമുക്ക് ഈ അടുത്ത് നമ്മൾ ഈ വീട്ടിന് ചുറ്റുമില്ല, നമുക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരുവാന്ന് പറയുന്നു. അത് ഈ പണി അടിച്ചുകൊണ്ട് നമ്മളെ വീട് വരെ നമുക്ക് ഇപ്പം പോകേണ്ട അവസ്ഥയിലാണ്. വീട് പൊട്ടാൻ തുടങ്ങി. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വേണം നമ്മളിനി എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് പോകുന്ന വീട് ഇടിഞ്ഞു പൊളിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തീരുന്നേ ഉള്ളൂ. പക്ഷെ അതുപോലെ നമ്മൾ പോകുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മളോട് പറയുന്നത് നിങ്ങൾ അവിടെ പോട്, ജിയോളജിനൊക്കെ പോകുന്നത് അത് പൊല്യൂഷൻ്റെ വരാൻ ചെയ്യേണ്ടത്, വേറെ ഒരു ഉദ്യോഗസ്ഥനൊക്കെ പറയുമ്പോൾ അത് ഇന്നാളെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരാളിങ്ങനെ മാറ്റി നിൽക്കും. നമ്മൾ ഈ പണിയും അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്നതാണ്. നമ്മൾ ഈ പണിയും മെനക്കെട്ടിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഉദ്യോഗസ്ഥന്മാരെ കണ്ടുകൊടുക്കും. എന്നിട്ടൊരു പ്രതിനിധി ഇല്ല. എത്ര വർഷങ്ങളായി നിങ്ങൾ ഇവിടെ വന്നിട്ട്? ഇപ്പം നമ്മൾ 7 വർഷത്തോളം. 7 വർഷത്തോളം. അപ്പം ഇതിനൊന്നും ഒരു പരിഹാരം എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ ഏത് അറ്റം വരെ പോകാൻ തയ്യാറാണ്. എന്തായാലും ഒരു 15 മിനിറ്റ് മാത്രമേ നമ്മൾ ഇവിടെ എത്തിയിട്ട് ആയുള്ളൂ. ആ സമയത്തും നമുക്ക് പോലും ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ. എന്തായാലും ഒരു ചെറിയ ഇടവേള.
ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവിടുത്തുകാർ നേരിടുന്നത്. അതോടൊപ്പം വീടുകളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എന്തായാലും കൂടുതൽ പേർ പ്രതികരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കുട്ടിയുടെ ഒരു മാസ്ക് എന്താണ് അവസ്ഥ? കുട്ടിക്ക് ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഡോക്ടർ കാണിക്കുമ്പോൾ പറയുന്നത് കുട്ടിക്ക് പൊടീൻ്റെ അലർജിയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനൊരു പരിഹാരം കാണണം. ചെറിയ കുട്ടിയാണ്, അത്രയായാലും അവൾക്ക് അങ്കൻവാടി പോകാൻ കഴിയുന്നില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ രോഗം സ്ഥിരമായിട്ടുണ്ടായതല്ല, ഇപ്പം നമ്മളിപ്പാന്ന് ഇവിടെ താമസത്തിന് വന്നേ, അതിനുശേഷമാണ് കുട്ടിക്ക് അലർജി വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ രാത്രി അലർജീൻ്റെ മരുന്ന് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ മോനും ചെറിയ പ്രശ്നമുണ്ട്, അതിന് അലർജീൻ്റെ. ആ കുട്ടീനെയും കാണിച്ചാലും പറയുന്നത് കവക്കെട്ട് ഇത് കൂടാൻ കാരണം കുട്ടിക്ക് അലർജീൻ്റെ പൊടിയുണ്ടെന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ മോളാകുമ്പോൾ ഓളെയും കൊണ്ട് നമ്മൾ ഒരു 2 ആഴ്ചത്തോളം ആസ്പത്രിയിൽ തന്നെ കിടക്കേണ്ടി വന്നു. കാണിക്കുന്നവരെ ഡോക്ടറെല്ലാം പറയുന്നത് കുട്ടിക്ക് അലർജി വരുന്നതിന് കാരണം പൊടിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശബ്ദം രാവിലെ തുടങ്ങുന്ന പണിയാണ്, വൈകുന്നേരം സന്ധ്യയോടുകൂടി അത് നിർത്തുന്നില്ല. വീട്ടിൽ നിൽക്കുന്നവർക്ക് ഒച്ചൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. ഈ കോറയുടെ തൊട്ടടുത്താണ് നിങ്ങളെ വീട് വരുന്നത്? നമ്മൾ ഈ 2-3 വീടിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കേൾക്കാം വലിയ തോതിലുള്ള ശബ്ദം. അത് നമ്മളിവിടെ എത്തിയത് മുതൽ ആ ശബ്ദം തുടരെ ഉണ്ട്. അത് വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്നു എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഏതായാലും കൂടുതൽ പേർ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളെ ഇതിന്റെ തൊട്ടടുത്താണ്, എന്താണ് പ്രശ്നം? വീട് തൊട്ടടുത്ത് തന്നെ വല്ലാണ്ട് പൊടിയുണ്ട്. രാവിലെ 7 മണി തൊട്ടാൽ വൈകുന്നേരം 6 മണി വരെ ഇതന്നെയാണ് എൻ്റെ സൗണ്ടും. പിന്നെ ജനലും വാതിലും തുറന്നിടാൻ കഴിയില്ല, പൊടി മറന്നുകൊണ്ട്. ഇത് അലർജിയാണ് കുട്ടികൾക്ക്. എപ്പം പൊടി കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ രാവിലെ ഇവിടെ വന്നാൽ ഒക്കെ പറയാൻ പോലും കഴിയില്ല. ഈ അധികാരികൾ കാണുന്നുണ്ടാവും ഞങ്ങളുടെ അവസ്ഥ. പൊടിയും ഇത് ഇന്നലെ പോലീസ് വന്നു, ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം. അവർ പറയുന്നത് JCB മാന്തിയാലുണ്ടാവോ, പൊടിയോ അലർജിയ, പൊടി ഉണ്ടാവോ എന്നല്ല പറയുന്നത്. പക്ഷേ അധികാരികളെല്ലാം കാണുന്നത് ഞങ്ങളുടെ അവസ്ഥ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ടാണ് അവര് പൈസ മേടിച്ചിട്ടുണ്ടാവും, എനിക്ക് പറയാൻ കഴിയില്ല. അത്രക്ക് അവസ്ഥയാണ് എൻ്റെത്. വീട്ടിൽ കുട്ടികളുണ്ട്, കുട്ടികൾക്കും ചുമയും ഇതുമല്ലാന്ന് ഭയങ്കരമായിട്ട്. പക്ഷെ അധികാരികളെല്ലാം ഓർക്കണം, അവർക്കും കുടുംബമുണ്ട്. ഞങ്ങളെ പോലെ തന്നെ അവർക്കും മക്കളുണ്ടാവുന്നില്ല. അവസ്ഥയില് അവർ കാണണം ഇതെല്ലാം. എനിക്കതേ പറയാനില്ല. ഈ വീടുകളുടെ ഒരു അവസ്ഥ എന്താണ്? ഈ അസുഖത്തിന് പുറമെ നിങ്ങൾക്ക് വീടുകളിൽ മൊത്തം പൊടിയാണ്. പൊടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ന് കണ്ടാലറിയാം. ഞങ്ങളെ വീട്ടിന്റെ മുമ്പിൽ മൊത്തം പൊടിയാണ്. പക്ഷെ ഇത് കാണണം, അധികാരികളെല്ലാം വന്നിട്ട് അവർ ഒപ്പിട്ട് കൊടുക്കുന്നതെല്ലാം ഇല്ല. ഞങ്ങളുടെ അവസ്ഥ അവർ കാണണം. അലർജി ആയിട്ട് ഇപ്പം ആശുപത്രിയിൽ നിന്ന് വന്നത് തന്നെ. എന്നിട്ടും ചുമക്കൊരു കുറവുമില്ല. എനിക്ക് ഇതേ പറയാനുള്ളൂ. ഇവരുടെ സങ്കടം കാണുക, ഒപ്പം ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാവുക, അത് തന്നെയാണ് ഇവരുടെ ഓരോരുത്തരും പറയുന്നത്. മോനല്ല ഇപ്പം 6 മാസമായി സ്കൂൾ തുറന്നിട്ട്, അതിലൊരു 3 മാസം വരെ സ്കൂളിൽ പോകാൻ പറ്റിയില്ല. കാരണം ഇവനെപ്പോൾ അഡ്മിറ്റ് ആശുപത്രിയിൽ ഈ പൊടി ശല്യം കാരണം. ഇവന് ചുമ തുടങ്ങിയ പിന്നെ ശ്വാസം മുട്ടിയ പിന്നെ ശ്വാസം കിട്ടൂല. അപ്പോൾ രാത്രി എടുത്തിട്ട് പോയിക്കോളാം, അഡ്മിറ്റ് ആയിക്കോളാം. അതാണ് ഇവൻ്റെ എല്ലാ അവസ്ഥ. എല്ലാവരിലും അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് നമ്മളുള്ളൊരു വാശി പോലെ ഇപ്പോഴെല്ലാം തുടങ്ങിയ പണം, നമ്മളത് നിർത്തിച്ചൊരു പണിയായിരുന്നു. അപ്പോൾ ആവശ്യമായി അത്രയും വാശി പിടിച്ചിട്ടാണത് രണ്ടാമത് കടലാസെല്ലാക്കുക, അങ്ങനെ പല നടപടികൾ സ്വീകരിക്കുക, പോയിട്ട് ജിയോളജിക്കാരെ കാണുക. അതെല്ലാവർക്കും വേണ്ട പോലെ കൊടുക്കുന്ന രീതി കൊണ്ടായിരിക്കില്ല നമുക്ക് അനുകൂലമല്ലാണ്ട് നിൽക്കുന്നത്. 2019 മുതൽ ഈ പ്രദേശത്ത് താമസം തുടങ്ങിയ ഒരാളാണ് ഞാൻ. പിന്നെ ഭാര്യ, കുട്ടിയടക്കം. നമ്മൾ ശരിക്കും ഈ സ്ഥലം വാങ്ങുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ടാണ്. നല്ല വിശാലമായ പാറ, ശരിക്കും മാടായിപ്പാറേനെക്കാട്ടും വലിയൊരു പ്രദേശമായിരുന്നു. നല്ല കുടിവെള്ള സ്രോതസ്. അങ്ങനെ ഈ പ്രദേശം കണ്ടിട്ടാണ് നമ്മളിവിടെ സ്ഥലം വാങ്ങുന്നത്. ശരിക്കും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ വീടിൻ്റെ കുറ്റിയടിക്കൽ വരെ തുടങ്ങുന്നത്. ഇപ്പോഴും ഏകദേശം 15-16 ലക്ഷത്തോളം രൂപ കുറുമാത്തൂർ ബാങ്കിൽ കടമുണ്ട്. ആ ലോൺ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഈ വീട് പൂർത്തിയായത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഏറ്റവും നല്ല നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷെ അന്നേരം ഈ പണകളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ അതിനുശേഷം വീടിന് ചുറ്റും പണങ്ങൾ വന്നു. ഇപ്പോൾ വീടിൻ്റെ തൊട്ട് വേക്കിൽ വരെ പണക്കാർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവർ തന്നെ പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വീട് വെക്കുന്നുണ്ടോ, നമുക്കിവിടെ പണിയടിക്കണം എന്ന രീതിയിൽ. അന്നൊന്നും നമ്മൾ പറഞ്ഞത് നമ്മൾ താമസിക്കാൻ വേണ്ടി വന്നവരാണ്, വീട് കൊടുക്കുന്നില്ല. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പേരിൽ 2021 മുതൽ കേരളത്തിലെ ഓരോ ഓഫീസുകൾ, തിരുവനന്തപുരം എൻവയൺമെൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ജില്ലാ കളക്ടർ ഓഫീസ്, അതുപോലെ നമ്മളിപ്പം ADM ഇപ്പോൾ മരിച്ച ADM ഉൾപ്പെടെ അവരുൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തഹസിൽദാർ, വില്ലേജ് ഓഫീസിൽ പല തവണ, ജിയോളജിയിൽ എത്രയോ തവണ, ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല എത്ര തവണ പോയി. എല്ലാ പ്രാവശ്യവും നമ്മൾ ജിയോളജിയിൽ ഒരു മാസത്തിൽ 3-4 തവണ ജിയോളജി ഓഫീസിൽ പോയി പരാതി കൊടുക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസിലൊന്നും പോയാൽ ഒരു മറുപടിയില്ല.
ഇപ്പോൾ ഈ പരാതി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വില്ലേജ് ഓഫീസിലും പോയി കൊടുത്തു വരുമ്പോൾ തന്നെ പണക്കാരറിയും ഇങ്ങനെ പരാതി പോയില്ല. ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിൽ പല തവണ പിന്നെ പരാതി കൊടുത്ത് നമ്മൾ വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നടപടി പോലീസുകാർ എടുക്കുന്നോ വില്ലേജ് ഓഫീസർക്കൊന്നും ഉണ്ടായില്ല. അതുമാത്രമല്ല ഈ പരാതി കൊടുക്കുമ്പോൾ നിരന്തരം ഭീഷണിയാണ്. ഈ ഭീഷണിയായി ബന്ധപ്പെട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഡയറക്റ്റ് ജില്ലാ പോലീസ് മേധാവിനെ പലതവണ നമ്മൾ കുടുംബങ്ങളുൾപ്പെടെ കുട്ടികളെ ഉൾപ്പെടെ കൂട്ടിപ്പോയി പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ നേരിട്ട് വരില്ല, ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷൻ വിളിപ്പിക്കും, അവരൊരു റിപ്പോർട്ട് കൊടുക്കുന്നതല്ലാണ്ട് ഇന്നും നമുക്ക് ഭീഷണിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പേടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്ത് സംഭവിക്കും, നമ്മൾ ഏതെല്ലാം സമയത്ത് പോയി ഏതെല്ലാം സമയത്ത് വരുന്നതാണ്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് ആരും ഇല്ല, നമ്മൾ തന്നെയാണ് അർത്താണ് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ നാളെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പോലീസ് സൂപ്രണ്ടിന് ഉൾപ്പെടെ പലതവണ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട്. അതിൻ്റെ കിട്ടി എന്ന് പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന് ഉൾപ്പെടെ പരാതി, ഈ ഇൻ്റലിജൻസ് ബ്യൂറോ, സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോക്ക് ഇപ്പം പരാതി അയച്ചു. ഇതിൻ്റെയെല്ലാം കിട്ടിയെന്ന് പറഞ്ഞ അക്നോളജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു നീതി നമ്മളെ ഭാഗത്ത് കിട്ടിയില്ല. ഇനി ഇത്രയും പേപ്പർ ഞാൻ ഓരോ പ്രദേശത്ത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ച പേപ്പറാണ്. ഒരു ഓഫീസിന് പോലും ഇന്ന് വരെ ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി നമുക്ക് ലഭിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പൈസക്കാരൻ്റെ പേരാണ് സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ. വില്ലേജ് ഓഫീസിലും പോയാലും വില്ലേജ് ഓഫീസർ ഒരു മറുപടി പോലും തരില്ല. കാറ്റ് വന്നാൽ വീടുകളൊന്നും കാണൂല, ഫുൾ പൊടിയാണ്. അതുപോലെ ആ വീടിൻ്റെ തൊട്ട് അടുത്താണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന തടാകം. ഈ തടാകത്തിലെ വെള്ളം നമ്മൾ താമസം തുടങ്ങിയ ശേഷം പറ്റിയില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വെള്ളം വറ്റാൻ തുടങ്ങി. അതുപോലെ എൻ്റെ വീടായത്, ഈ വീട് ഇപ്പോൾ വിണ്ടുകയറാൻ തുടങ്ങി, ചുമര് പൊട്ടാൻ തുടങ്ങി. ഇനി അഥവാ ഇനി പൊട്ടിയാൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ ഇതൊന്നും നമുക്ക് സാധിക്കുന്നൊരു സാഹചര്യമല്ല, സാമ്പത്തിക സാഹചര്യം ഒന്നുമല്ല. ഇതാണ് ഒരു അവസ്ഥ. ഇതിനു മുന്നേ നമ്മൾ പ്രതിഷേധമായി പോയപ്പോൾ തന്നെ കുറേ ലോറി ഡ്രൈവർമാരും കുറേ ആളുകളും സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരെ തള്ളി ഇടുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭീകരമായ ഒരവസ്ഥ. നമുക്കവിടെ പോകാൻ പേടിയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ നിങ്ങളൊന്ന് സൗണ്ട് കുറക്കണം എന്ന് പറയാൻ പോകാൻ പേടിയാണ്. അത്ര പോലും ഭീഷണിയാണ് നമുക്ക് നേരെ. ഇവിടെ ജീവിക്കുന്നത് ഓരോ ദിവസവും വേറെ വീടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ ഒരേ പ്രദേശത്ത് എങ്ങനെയാണ് ഈ 15ഓളം ചെങ്കൽ കോറുകൾക്കൊക്കെ അനുമതി കൊടുക്കുന്നത്? അത് ശരിക്കും നിയമപ്രകാരം തന്നെ ഇതിന് ചുറ്റുമതിലൊക്കെ കെട്ടുന്നുണ്ട്. അത്തരം നിബന്ധനകളൊന്നും പാലിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പണകളൊന്നും അനുമതിയോടെ പ്രവർത്തിക്കുന്ന പണകളല്ല. ഇതിൽ ഓരോരാൾ അവരവരെ പൈസക്കനുസരിച്ച് ചെയ്യുന്നു എന്നല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിക്കുന്നല്ലാണ്ട് ഒരു പണിയും നിയമപരമായിട്ടല്ല എന്ന് പല തവണ ഒരുപാട് തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് നേരിട്ട് പോയി പരാതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ന്യായം ഒരു നീതി നമുക്ക് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഈ പരിസരവാസികളുടെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞിട്ട് 2020 നിർത്തിച്ചതാണ് ഈ പണം, ആദ്യം ഇടപെട്ട് നിർത്തിച്ചതാണ്. ഇപ്പം 2024 ഒക്ടോബറിലാണ് അവന് ലൈസൻസ് കിട്ടുന്നത് ഈ ഒരാൾക്ക്. അപ്പോൾ ഇതിനെതിരെ ഉദ്യോഗസ്ഥന്മാർക്ക് നടപടിയാണ് നമ്മളെ ആവശ്യം. ഇതിന് അനുമതി കൊടുത്തത് ഇത്രയും ബുദ്ധിമുട്ടുകൾ നിൽക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് അനുമതി കൊടുത്തതെന്ന്, വീടിൻ്റെ ബേക്കൽ ഭാഗത്ത് 2 മീറ്റർ ആഴത്തിന് മണ്ണെടുത്തിട്ടാണ് പണിയടിക്കുന്നത്. അതടക്കം നമ്മൾ പരാതി കൊടുത്തിന് അധികാരികളുടെ അടുത്ത്, ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ വാങ്ങി വെക്കും, നമ്മൾ അന്വേഷിക്കുക, എന്നിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്താണ്. പോകുന്നിടത്തോളം നമ്മളെ ബുദ്ധിമുട്ട് കേൾക്കാൻ ആയിരിക്കും ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആയിരിക്കും ഉദ്ദേശമില്ല. നമ്മളെ പരമാവധി നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കും അവർ, പണക്കാർക്ക് വേണ്ടി. വല്ലാത്തൊരവസ്ഥയിലുള്ളത്. എൻ്റെ ഭാര്യക്കെല്ലാം പൊടിയടിച്ചിട്ടും ശബ്ദം കൊണ്ട് ഇവിടെ വീട്ടിലെ കുട്ടികളുണ്ടോ? അവരുടെ ഉണ്ട് 2 കുട്ടികളുണ്ട്. അതാ പറയുന്നത്, അവർ വീട്ടിൽ വന്ന് നമ്മളോട് പരാതി പറയുന്നു. അവരാൽ അവിടെ നേരിട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ നേരിട്ട് നമ്മളോട് പരാതി പറയുക, പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പൊടി ശബ്ദം നോക്കി ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നിലമ്പൊരു വീടും ജനലൊക്കെ അടച്ചിട്ട് അത്ര ബുദ്ധിമുട്ടില്ല ഇവിടെ താമസിക്കുന്നു. അപ്പോൾ ഈ അധികാരികൾ ഇത് കണ്ടിട്ടെങ്കിലും ഇതിനകത്ത് ഇടപെട്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് നമ്മളെ പരിസരവാസികളുടെ ആവശ്യം. നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 100 മീറ്റർ അകലെയിൽ നമ്മളെ വീട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് 2 കുട്ടികളാണ്. ഒരു കുട്ടിക്ക് 10 വയസ്സും ഒരു കുട്ടിക്ക് 3 വയസ്സാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ അലർജീൻ്റെ പ്രശ്നം വന്നിട്ട് ചെറിയ കുട്ടീനെ കാണിച്ചിട്ട് ഇപ്പം മാറിയിട്ടില്ല, അഡ്മിറ്റായിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. എന്നിട്ടിപ്പം കുറഞ്ഞില്ല. ഇനിയിപ്പോൾ ഇപ്പം ആദ്യം കാണിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പൊടി വാർന്നതനുസരിച്ച് കൂടി വരുന്നത്. അപ്പോൾ വലിയ കുട്ടിക്ക് പ്രശ്നമായിട്ട് ഇപ്പം തറവാട്ടിലല്ലേ, ചുഴലിയിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ഇനി ഒരു പണം ഇവിടെ ഉണ്ടാവാനും പാടില്ല, ഇത് ഇനി പുതിയൊരു പെർമിഷൻ കൊടുക്കാനും പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊടീൻ്റെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കാണുമ്പോഴും നല്ല വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നം. അതുപോലെ തന്നെ ഞാൻ ഇതിനടുക്ക് മേലെ 2ാം നിലക്ക് റൂമിൽ കിടക്കുമ്പോൾ ഭയങ്കര കുലുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് പണം സ്റ്റാർട്ട് ചെയ്ത പാടാണ്. അപ്പോൾ ഇവരെന്ത് മിഷ്യൻ വെച്ചിട്ട് അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പാറേൻ്റെ ഈ തലക്കടിക്കുമ്പോൾ ആ തലക്ക് ഇപ്പോൾ കുലുങ്ങുമല്ലോ. അപ്പോൾ ആ ഇതനുസരിച്ചിട്ട് ഭയങ്കര കുലുക്കായിരുന്നു. താഴെ വന്ന് നോക്കുമ്പോൾ വീടിന് ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഒന്ന് വലിയ പ്രശ്നത്തിലാണ് ഉള്ളത്. അപ്പോൾ ജീവനും സ്വത്തിനും നമുക്ക് ഭീഷണിയായിട്ടുള്ള ഇപ്പോൾ പണി മുട്ടിക്കിടക്കുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പം എനിക്ക് പൊടിയുടെ ഭയങ്കര പ്രശ്നമുണ്ട്. ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. പിന്നെ ഞാൻ നിർത്തി വെക്കാൻ പറഞ്ഞു, എന്നിട്ട് നിർത്തി വെച്ചു. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ 2ാമതും പുനഃ ആരംഭിച്ചു തുടങ്ങി. എന്നിട്ട്
മൊത്തത്തിൽ പ്രശ്നമാക്കി മാറ്റിയെന്ന്. അതുകൊണ്ട് പരമാവധി നിർത്തിവെക്കുക തന്നെ വേണം. അങ്ങനെയാണ് നമ്മളെ തീരുമാനം. അത്രേ പറയാനുള്ളൂ. പണയുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നം നമുക്ക്. അതിൽ എൻ്റെ കുട്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിലുണ്ടാവില്ലേ, കഴിഞ്ഞ ദിവസം ഫുൾ ഛർദിയാണ് കുട്ടിക്ക്. അതായത് മോൾക്ക് ഫുൾ ഛർദിയായിട്ട് അന്ന് രാത്രി നമ്മൾ ആശുപത്രി പോകാൻ വേണ്ടി നിന്നില്ല. പിന്നെ അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇത് എല്ലാ അധികാരിയും കൂടെ നിർത്തി നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്തു തരണം. അതിൽ നമ്മൾ പ്രക്ഷോഭമായിട്ട് പോകാൻ തന്നെ തീരുമാനം. എന്തായാലും പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശത്ത് വളരെ മനസ്സമാധാനത്തോടെ ജീവിച്ച ജനതയാണ് ഇപ്പോൾ വലിയ തോതിൽ തീരാ ദുരിതത്തിൽ എത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രശ്നം വളരെ അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അതല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കൊരുങ്ങുകയാണ് ഇവിടുത്തെ ആളുകൾ. ഏതായാലും ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.